അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ വരുമ്പോൾ Acts chapter 9 അതിന്റെ 32 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 32 onward, തളർന്നു കിടന്ന ഒരു മനുഷ്യനെ കാണാം. a man who was paralyzed. അദ്ദേഹത്തിന്റെ പേര് ഐനിയാസ് എന്നാണ്. Aeneas is his ആ name. ഐനിയാസ് എന്ന പേരുള്ളവൻ പക്ഷപാതം പിടിച്ച് തളർന്നു കിടക്കുകയാണ്. Aeneas was completely paralyzed. പത്രോസ് അവനോട്, ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. Peter said, Aeneas, rise up and prepare the bed yourself, and he stood up. അവനെ എന്നേക്കുമായി കിടക്കയിൽ പൂട്ടിയിട്ട ആ പൈശാചിക ബന്ധനത്തെ പത്രോസ് അഴിച്ചു കളഞ്ഞു. Amen. He was completely bedridden and locked on the bed, and he was brought out through that key of healing. Amen. ഒരുത്തന്റെ കയ്യിൽ താക്കോല് കിട്ടിയതാ. One person got a key from God. അത് ഒരുത്തന് മാത്രമല്ല കൈമാറിയിരിക്കുന്നത്. Amen. Today, that's not just imparted to one person. യേശു ജീവനുള്ള ദൈവമെന്നും ദൈവപുത്രൻ എന്ന വെളിപ്പാടുള്ള സകലരിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. All those people who believe in Jesus Christ as the Son of God, you have that key in you. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 36 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ Acts 9:36 onward. 36 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. There was a certain disciple named Tabitha. 37 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൾ മരിച്ചുപോയി, ദീനം പിടിച്ച് മരിച്ചുപോയി. അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. She became sick and she died, and she was washed and they laid in an upper room. 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസ് ആ വീട്ടിൽ ചെന്നു. 39 we read Peter went to that house. ആ കരയുന്നവരെ മുഴുവൻ പുറത്തിറക്കി. All those people who were standing there wailing, he just pushed them 40-ാമത്തെ out. വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പത്രോസ് അവരെയൊക്കെ പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞ്, തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. മരിച്ച പെൺകുട്ടി കണ്ണു തുറന്നു. Peter knelt and prayed, and he said, Tabitha, rise up. The dead girl opened her mouth. അവിടെ അഴിഞ്ഞത് മരണത്തിന്റെ ലോക്കാണ്. Oh, the lock of death is completely opened. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, Oh, in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Jesus' name. എല്ലാ മരണ ഭീതികളും മാറി പോകണേ. All the fear of death is cancelled. തിരുമേശയുടെ മുൻപിൽ In front of this table, ഇതെടുക്കുന്നവർ, ഇത് കൊടുക്കുന്നവർ, all those who are partaking in this and all those who are ഇതാരുടെ giving this, ശരീരമാണ്, ഇതാരുടെ രക്തത്തിന് നിഴലാണെന്ന് അറിഞ്ഞു വേണം എടുക്കാൻ. you should examine that this is a symbol of whose body and whose blood. നിങ്ങൾക്കറിയാമോ, യേശു ദൈവമെന്നും ദൈവപുത്രനെന്നും ആരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന്? I mean, do you know who all is revealed that Jesus Christ is God? പിതാവായ ദൈവം വെളിപ്പെടുത്തി. God the Father revealed it. ദൂതന്മാരത് വെളിപ്പെടുത്തി. Angels revealed it. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൂതന്മാരത് വെളിപ്പെടുത്തി. Angels revealed it. യേശു ക്രിസ്തു തന്നെ അത് വെളിപ്പെടുത്തി. Jesus Christ himself revealed it. ഇതിലെല്ലാം അപ്പുറമായി അശുദ്ധാത്മാക്കൾ വിളിച്ചു പറഞ്ഞു. Evil spirits, they opened mouth and said this. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, 4 കൂട്ടർ യേശു ദൈവമെന്ന് വെളിപ്പെടുത്തി. 4 groups of people revealed who Jesus Christ is. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, Matthew 3:17, ഇവൻ എന്റെ Lord പ്രിയപുത്രൻ, Father, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. a voice from heaven, Father says, this is my beloved son in whom I am well മത്തായി pleased. 17:15 ശിഷ്യന്മാരുടെ മേളിൽ ഒരു മേഘം ഇറങ്ങി വന്നു. I mean, Matthew 17 we find a cloud comes over the disciples. ആമേൻ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മത്തായി 17:5-ാം വാക്യത്തിൽ, അവൻ പറയുമ്പോൾ തന്നെ ഒരു മേഘം നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു. യെസ്, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം ഉണ്ടായി. I mean, a voice out of the cloud says, this is my beloved son in whom I am well pleased, hear him. ഇത് പിതാവിന്റെ വെളിപ്പെടുത്തലാണ്. This is a revelation from Father. ദൂതന്മാർ വെളിപ്പെടുത്തിയത്. Angels revealed it. ലൂക്കോസ് 1:32, Luke 1:37, ദൂതൻ മറിയത്തോട് പറയുന്നു, യേശു വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ
സിംഹാസനം അവന് കൊടുക്കും. 35 വാക്യത്തിൽ എന്നാ ബ്രദർ എഴുതിയിരിക്കുന്നത്? അതിന് ദൂതൻ ആ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ. Yes. Amen. Jesus. Luke 1:35. Everyone, let us say here, Son of God. Son of God. പക്ഷേ പലയിടത്തും കർത്താവ് ഇത് വെളിപ്പെടുത്താതെ, താൻ ആരെന്ന് വെളിപ്പെടുത്താതെ കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്തിരുന്നു. But in some places Jesus Christ himself did not reveal, he concealed it. പലയിടത്തും യേശു പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോ ആരോടും പറയരുത്. I mean, in many places he said, do not say this to anyone. എന്നാൽ മത്തായി സുവിശേഷം 10:36 വരുമ്പോൾ In Matthew 10:36, യേശു അവരോട് ആ സമയത്ത് ഇത് വെളിപ്പെടുത്തുകയാണ്. when Jesus Christ was revealing this to them, യോഹന്നാൻ 10:36, the Gospel of John chapter 10 verse 36. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് ഞാൻ വിശദീകരിച്ച് ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശു കർത്താവ് തന്നെ താൻ പറഞ്ഞു, I am the Son of God. Amen. Jesus Christ himself said, I am the Son of God. പുരോഹിതൻ, മഹാപുരോഹിതൻ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് യേശുവിനോട് ചോദിച്ചായിരുന്നു, നീ ദൈവത്തിന്റെ പുത്രനാണോ? Amen. The high priest asked him when Jesus was arrested, are you the Son of God? നിങ്ങൾക്കറിയാം, ആ സമയത്ത് യേശു പറഞ്ഞു, I am. And Jesus said, I am the Son of God. Amen. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറി. Amen. The high priest tore his clothes. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം, പൗരോഹിത്യ വസ്ത്രം എപ്പോൾ കീറുന്നുവോ, വലിച്ചു കീറുന്നുവോ, ആ സമയം മുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണ് ന്യായപ്രമാണത്തിൽ നിന്ന്. Yes. Whenever the high priest tears his clothes, that time onward we are freed from the law. അവിടെ കീറപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളാണ്. Amen. The law cords were torn at that point of time. നിങ്ങൾ ദൂതന്മാർ ഇത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മിണ്ടിയില്ല. Amen. You did not say anything when angels revealed it. പിതാവായ ദൈവം യേശു ആരെന്ന് വെളിപ്പെടുത്തിയത് പറഞ്ഞിട്ട് അനങ്ങിയില്ല. യേശു തന്നെത്താൻ ഇത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്നാ ഇനി പിശാചുക്കൾ പറഞ്ഞത് പറയാം. ലൂക്കോസ് 4:41 വാക്യത്തിൽ, Luke 4:41, പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്നും നിലവിളിച്ച് പറഞ്ഞു, ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തുവെന്ന് അവ അറിയുക കൊണ്ട് താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. Amen. Evil spirits came out of many people. They cried out, you are Christ, the Son of God. And it is written, for they knew that he was Christ. മത്തായി 8:29 വരുമ്പോൾ, Matthew 8:29. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. This is very interesting. അവർ നിലവിളിച്ചു, പിശാചുക്കൾ നിലവിളിച്ചു, They cried out, ദൈവപുത്ര, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? what have we to do with you? സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നോ എന്ന് പറഞ്ഞു. Oh, you came here to torment us before the time. കാരണം പിശാചുക്കൾക്കറിയാം, അവനെ ദണ്ഡിപ്പിക്കേണ്ട ആള്, അവനെ തീപ്പൊയ്കയിൽ എറിയേണ്ട ആള്, അവനെ ന്യായം വിധിക്കേണ്ട ആള് ദൈവപുത്രനായ ക്രിസ്തുവാണ്. Oh, because devil knows that it is Jesus Christ who will torment them in hell. എന്നാൽ അവനൊരു സമയമുണ്ടെന്ന് അവൻ അറിയാം. And he knows that he has a set time. എന്നാൽ ഞാൻ സഭയോട് ഇങ്ങനെ പറയുന്നു, അവന്റെ സമയങ്ങൾ കഴിയാറായിരിക്കുന്നു. Amen. Now I declare to the church, his time is going to be എന്റെ over കർത്താവിന്റെ soon. വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. Jesus Christ is coming soon. അനന്തരം ഒരു ദൂതൻ ഒരു ചെങ്ങല കൊണ്ടുവന്ന് അവനെ ബന്ധിച്ച് തീപ്പൊയ്കയിലേക്ക് എറിയുന്ന സമയം അതിവിദൂരമല്ല. Oh, an angel came and bound him and put him into the lake of fire, and that time is coming. Hallelujah. Hallelujah. നോക്കിയേ, മുഴു സ്വർഗം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ Son of God. I mean, the whole heaven declares that Jesus Christ is the Son of the living God. മുഴു ദൂതന്മാരും പറയുന്നു, he is a God, Son of God. The whole angels declares that Jesus Christ is the Son of God. യേശു തന്നെ 1-2 സ്ഥലത്ത് പറയേണ്ടി വന്നു അവൻ ആര് എന്നുള്ളത്. Jesus Christ himself proclaimed and attested that he is the Son of പിശാചുക്കൾക്ക് God. ഇത് പണ്ട് മുതലേ അറിയാം. All
all the evil powers know from the beginning ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. that Jesus Christ is കാരണം coming. ഏദൻ തോട്ടത്തിൽ വെച്ച് ആ പഴയ പാമ്പിനോട് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ നിന്റെ തലയെ തകർക്കും. Amen. In the Garden of Eden, there was a prophecy that the seed of the man will crush the head of the serpent. ഈ കർത്താവിനെ സേവിക്കാൻ, വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ആ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. Let's shout hallelujah to the Lord. For us who had the privilege to believe in this Lord. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് പൗലോസ് നിലത്ത്, ശൗല് തറയെ വീണ് കിടന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ആരാകുന്നു കർത്താവേ? യേശു അതിന് വലുതായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശു ആകുന്നു ഞാൻ എന്നേ പറഞ്ഞോളൂ. കാരണം കർത്താവിനറിയാം ഇതിന്റെ മറുപടി ഞാൻ ഇവനെയും കൊണ്ട് തന്നെ എഴുതിക്കുന്നു. Amen. At the road to Damascus, Saul fell down and asked, Lord, who are you? Jesus did not give much an answer because he had in his mind that I will make this fellow right who I am. കൊലോസ്യർ 1:15 മുതൽ വരുമ്പോൾ അവൻ അദൃശ്യനായ യേശു, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. എല്ലായിടത്തും ഈ അവൻ എന്നുള്ളിടത്തെല്ലാം മലയാളത്തിൽ അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ ആയിപ്പോയി. അങ്ങ് യേശു എന്നങ്ങ് വായിച്ചാൽ നല്ലതായിരിക്കും. സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരവും യേശുവിനായും സകലവും സൃഷ്ടിക്കപ്പെട്ടു. 17ാമത്തെ വാക്യം, യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ, യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും യേശു മുൻപനാകേണ്ടതിന് യേശു ആരംഭവും മരിച്ചവർ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ആമേൻ. യേശു സർവസമ്പൂർണതയും, യേശുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് നിരപ്പിക്കാൻ പിതാവിന് പ്രസാദം തോന്നി. അടുത്ത വാക്യം, മുൻപേ ദുഷ്പ്രവർത്തികളിൽ മനസ്സുകൊണ്ട് അകർന്ന ശത്രുക്കളായിരുന്ന നിങ്ങളെ യേശുവിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ അതിനെ നിരപ്പിച്ചു. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൊലോസ്യർ 2:9 വരണം. പൗലോസ് പറയുന്നു, നീ ആരാകുന്നു കർത്താവേ? നീ പുള്ളിയല്ലേ ചോദിച്ചേ? ആണോ? പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് യേശു ആരാന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളായി യേശുവിനെ പ്രസംഗിക്കാൻ പോകുന്നത്. ഉറപ്പായി. The Lord made Paul to write who Jesus Christ is, and if you have not known God, പൗലോസ് പറയുന്നു യേശുവിലല്ലോ. Amen. പറഞ്ഞു യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുവിലാണ് ഞാൻ പൂർണ്ണനായ ദൈവത്തെ കാണുന്നത്. വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ ആളുകൾ പറയാറുണ്ട് പകുതി ദൈവവും പകുതി മനുഷ്യനുമായിരുന്നു. അങ്ങനല്ല പറയേണ്ടത്. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന നമ്മളെ അവൻ വിടുവിച്ചു. നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ പാപമില്ലാത്തവനായ ക്രിസ്തു പരിപാവനമായ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി നൽകാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. ജനിപ്പിച്ചതല്ല, നമുക്ക് വേണ്ടി ജനിച്ചു. പരിശുദ്ധാത്മാവിൽ ജനിച്ചു. പരിശുദ്ധാത്മാവിൽ മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചു. ആ കർത്താവ് തന്റെ ജീവനെ നൽകി, തന്റെ പ്രവർത്തികൾ നിവർത്തിച്ച് സകലതും നിവർത്തിയാക്കി, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് അകാലപ്രജ പോലെ പാപികളിൽ ഒന്നാമനായിരുന്ന ശൗലിനെ പൗലോസാക്കി മാറ്റി. ആ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം സഭയോട് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും. എന്റെ ദൈവം പരിപൂർണനായ
ദൈവമാണ്. അടുത്ത വാക്യത്തിൽ എന്നാ പറയുന്നേ? അടുത്ത വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യു ആർ കംപ്ലീറ്റഡ് ഇൻ ഹിം. ഇനി അവിടെ ഒരു മിനിറ്റ്. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണയാണ്, ഞാൻ പരിപൂർണനാണ്. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പരിപൂർണരാണ്. പൂർണ്ണനായ, സമ്പൂർണനായ, പരിപൂർണനായ, പരിശുദ്ധനായ യേശു കർത്താവ് നിങ്ങളിൽ വസിക്കുകയാണ്. തലയായ ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. സഹോദരിമാർ പറയണം, ഞാൻ പരിപൂർണയായിരിക്കുന്നു. ഇതങ്ങോട്ട് വിശ്വസിക്കണം. ക്രിസ്തുവിൽ ഞാൻ ആരാന്നുള്ള എന്റെ തിരിച്ചറിവിന്റെയും വെളിപ്പാടിന്റെ മുമ്പിലാണ് പൈശാചിക ലോകം ഭയപ്പെടുന്നത്. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വാസത്താൽ ഓപ്പറേറ്റ് ചെയ്യണം. നീ ആശുദ്ധയാ, നീ കൊള്ളരുതാത്തവനാ, നീ തിന്മയിൽ ജീവിക്കുന്ന ആളാ, നീ കർത്താവിലൊന്നുമല്ല, നിന്നെ ദൈവത്തിനൊന്നും ഇഷ്ടമുള്ള ആളൊന്നുമല്ല, നീ കുഴപ്പക്കാരനാ എന്ന് പറയുമ്പം അങ്ങോട്ട് കോൺഫിഡൻസോടെ പറയണം, ഐ ആം കംപ്ലീറ്റഡ് ഇൻ ക്രൈസ്റ്റ്. പറയാൻ കരമടിച്ച കർത്താവിന് നന്ദി പറഞ്ഞു, അത് പറയാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നാനത്തിൽ നിങ്ങൾ യേശുവിന്റെ കൂടെ അടക്കപ്പെടുകയും മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റോ? നിങ്ങൾ ഉയർത്തെഴുന്നേറ്റോ? ഇല്ലല്ലോ, അതിനെ ഞാൻ മരിച്ചില്ലല്ലോ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരണമല്ല. പാപസംബന്ധമായി നിങ്ങൾ മരിച്ചവരായിരുന്നോ? നിങ്ങളെ വെള്ളത്തിലോട്ട് മുക്കിയില്ലേ? അന്ന് നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടതാ. നിങ്ങളെ വെള്ളത്തിൽ നിന്ന് പൊക്കിയില്ലേ? പുതിയ ഒരാൾ ഇവിടെ ജീവിക്കാൻ എഴുന്നേറ്റ് വന്നതാ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ മരിച്ചവരിടയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് എന്നാ ചെയ്തേ? അടുത്ത വാക്യം പെട്ടെന്ന് വരണം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചിരുന്നവരായ, കൈ ഇങ്ങോട്ട് നെഞ്ചത്തോട്ട് വെച്ച് പറഞ്ഞേ, എന്നെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവനോടുകൂടെ ജീവിപ്പിച്ചു. 14-ാമത്തെ വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എനിക്കും നിനക്കും വിരോധവും പ്രതികൂലവുമായി പിശാച് എഴുതി വെച്ച സകല കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് പകൽ ഈ കർത്തൃമേശയുടെ മുൻപിൽ യേശുവിന്റെ മരണത്തെ, യേശുവിന്റെ ഉയർപ്പിനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവനിലല്ലോ, ഉറക്കെ പറ, യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഞാൻ സേവിക്കുന്ന ദൈവം ഇതെനിക്കൊരു പഠനമൊന്നുമല്ല, ഇതെനിക്ക് കേവലം ആരോ ഓതി തന്നതൊന്നുമല്ല, ഇതെന്റെ അനുഭവമാണ്. യേശു എനിക്കൊരു അനുഭവമാണ്. യേശു എന്റെ വിശ്വാസമാണ്. യേശു എന്റെ പ്രത്യാശയാണ്. യേശു എന്റെ ജീവനാണ്. യേശു എന്റെ സകലവുമാണ്. യേശു എന്റെ സർവവുമാണ്. I believe in him. I believe in him. കേട്ട് തഴമ്പിച്ച വർഷങ്ങളായി അപ്പനപ്പന്മാരായിട്ട് ഇതിങ്ങനെ കേട്ട് തഴമ്പിച്ച നിന്റെ തലയ്ക്കകത്ത് നിന്ന്, ഇതൊരു അറിവായി നിൽക്കുന്ന നിന്റെ തലയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഇതിനെ ഒരു വെളിപ്പാടാക്കി തിരിക്കട്ടെ. കർത്താവിന് വേണ്ടി അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യണം. പ്രതിസന്ധികൾ മുൻപിൽ വന്നാൽ, വെല്ലുവിളികൾ മുൻപിൽ വന്നാൽ മാനസികമായി ഡൗൺ ആകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ എനിക്കൊരു ഉറപ്പ് വേണം.
എന്നിൽ ആരാ വസിക്കുന്നത്? പൂർണ്ണനായ ദൈവത്തെ, പരിപൂർണനായ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ശരീരത്തിനും അവന്റെ രക്തത്തിനും കൂടെ അവകാശികളായി തീരുക എന്ന് പറഞ്ഞാൽ പാടിയല്ലേ പറ്റൂ. ഇത്ര മഹത്വമുള്ള ഈ പദവിയെ, ഈ പുഴുക്കൾ കേൾക്കാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്ര കർത്താവേ. മന്നരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷാകരൻ നീ. ആ കൈകൾ ഉയർത്തി പറഞ്ഞേ, മന്നരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷാകരൻ നീ. മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധൻ നീയല്ലയോ. മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധൻ. ആ കൈകൾ ഉയർത്തി വന്ദനമേശുഭാരാ നിരഖെന്നും വന്ദനമേശുഭരാ. വന്ദനമേശുഭരാ നിരഖെന്നും വന്ദനമേശുഭരാ. വന്ദനം ചെയ്യുന്നു ഒരു നിമിഷം ഒന്നുകൂടെ ഇരുന്നേ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത്. When I am lifted up high, I will attract people unto me. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിച്ചോണ്ട് ഒന്ന് കൈ കുലുക്കി പറയണം, എല്ലാവരും യേശുവിനെ ഉയർത്തണം പറഞ്ഞു. You have to lift Jesus Christ. അവൻ ഉയർത്തപ്പെട്ടാൽ ആകർഷിക്കപ്പെടും. അവൻ ഉയർത്തപ്പെട്ടാൽ കർത്താവിനെ ഉയർത്തിയവരെ എല്ലാം കർത്താവ് മാനിച്ചിട്ടുണ്ട്. Those who have lifted Jesus Christ, the Lord has honored them. ഈ വചനം എടുത്ത് ഉയർത്തിയവന്റെ ഒരു തലമുറയും തകർന്നു പോകാൻ ദൈവം അനുവദിച്ചു. If we have lifted up His word, their generation will be blessed for sure. ഈ ഭൂമിയില് ദൈവത്താൽ സ്ഥാപിതമായ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കൂദാശകളാണുള്ളത്. God instituted two important ministries or ordinances. ഒന്ന് വിവാഹം. One is the holy matrimony. Marriage. കാരണം ആദ്യത്തെ കല്യാണം ഈ ഭൂമിയിൽ നടത്തിയത് അച്ഛനല്ല, തിരുമേനിയല്ല, പാസ്റ്റർ അല്ല. ആദ്യത്തെ കല്യാണം ഈ ഭൂമിയിൽ നടത്തിയ വിവാഹത്തിന്റെ കാർമികൻ, ശുശ്രൂഷകൻ യഹോവയായ ദൈവമായിരുന്നു. The first marriage was conducted by not a priest or a pastor, but the holy God. The holy marriage is established by God. Amen. വിശുദ്ധ വിവാഹം, കല്യാണം, കുടുംബം എന്ന സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത്, എഴുന്നേൽപ്പിച്ചത് വളരെ സ്വപ്നങ്ങളോടുകൂടെ ദൈവമാണ് കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്നത്. കാരണം അത് ദൈവത്തിന്റെ സംവിധാനവും ദൈവത്താൽ ആരംഭിച്ച ഒന്നുമാണ്. അപ്പൊ കുടുംബത്തിനെതിരെ പിശാചിന് ഭയങ്കര ഫൈറ്റാണ്. അതിനെ തകർക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യമാണ്. എന്നാൽ കുടുംബത്തെ പണിയുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുമാണ്. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് പണിതുയർത്തുന്ന കുടുംബങ്ങളാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ശുശ്രൂഷയാണ് മത്തായി 26. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ ആ ശുശ്രൂഷ ആദ്യം ചെയ്തത് യേശുവാണ്. യേശു അത് ചെയ്തു. ഇങ്ങോട്ട് നോക്കി പറഞ്ഞു, യേശു ഇത് ചെയ്തു, ഇത് ചെയ്ത് കാണിച്ചു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണമെന്ന് കൽപ്പന തന്നു. അപ്പോൾ യേശു ചെയ്ത് കാണിച്ച
നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വലിയ ശുശ്രൂഷയുടെ മുൻപിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. The second important ordinance which was instituted by Jesus Christ is the Lord's Supper. He himself did it and he showed how to do it and asked us to do it. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ഒരു ആത്മീക മർമ്മം അതിന്റെ 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, ജീവന്റെ അപ്പം ഞാനാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കർത്താവിന്റെ ശരീരത്തോടും കർത്താവിന്റെ രക്തത്തോടും പാർട്ടേക്കർ ആകുന്ന ഒരാൾക്ക് സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന പ്രിവിലേജ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇതെന്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്, ഇതെന്റെ വിശ്വാസമാണ്. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ശുശ്രൂഷ ഈ തിരുമേശയുടെ ശുശ്രൂഷയാണ്. എല്ലാത്തിനും ബഹുമാനമുണ്ട്, പക്ഷെ ഏറ്റവും പവിത്രമായി, ഏറ്റവും ആദരവോടെ, ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ കാണുന്ന ശുശ്രൂഷ ഇതാണ്. രണ്ടാമതായിട്ട്, ഈ ഭൂമിയില് നടക്കുന്ന എല്ലാ ശുശ്രൂഷയെക്കായാലും, ഭൂതം പുറത്താകുന്ന, രോഗി സൗഖ്യമാകുന്ന, ഇനി പോട്ടെ മരിച്ച ഒരാള് ഉയർത്തെഴുന്നേൽക്കുന്ന ശുശ്രൂഷയെക്കായാലും ഏറ്റവും മഹത്വരമേറിയ, ഏറ്റവും ശക്തമേറിയ ഒരു വെളിപ്പാടും ദൈവം നൽകിയ ഒരു ശുശ്രൂഷയുമാണ് തിരുമേശയുടെ ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ചർച്ചുകളിലും നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഞായറാഴ്ച തന്നെ മാറ്റിവെക്കുന്നത്. ഇങ്ങനൊരു ശുശ്രൂഷ ഇവിടെ നടക്കാൻ, ഈ അപ്പം ഇവിടെ മുറിക്കപ്പെടാൻ, ഈ മുന്തിരിച്ചാറ് ഇവിടെ വാഴ്ത്തപ്പെടാൻ അതിന് കാരണമായത് എൻ്റെ യേശുവിൻ്റെ ജീവനാണ്. തകർക്കപ്പെട്ടത്, അന്ന് തകർക്കപ്പെട്ടത് ഈ ഭൂമിയിൽ ഏതെങ്കിലും വസ്തുക്കളല്ല, എൻ്റെ കർത്താവിൻ്റെ ഓമനത്വമുള്ള ആ ശരീരമാണ് തകർക്കപ്പെട്ടത്. രക്തധമനികൾ പൊട്ടി, ഞരമ്പുകൾ പൊട്ടി, ശരീരം ഉഴവുചാല് പോലെ കീറി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി, അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. യേശു പറഞ്ഞു, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ പുത്രന്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്. ഞാൻ ഈ ബ്രെഡ് എടുത്ത് നുറുക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം ഞാനിത് ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ ഈ ബ്രെഡ് നുറുക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ബ്രെഡ് നുറുക്കപ്പെടാൻ കാരണമായത് എൻ്റെ യേശുവിൻ്റെ മാംസങ്ങൾ അടർന്ന് അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറി ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടകളും ചേർത്തുണ്ടാക്കിയ ആ ചാട്ടവാറും ചമ്മട്ടിയും അവന്റെ ശരീരത്തെ അടിച്ചപ്പോൾ, ആ ചൂണ്ട മാംസത്തിനകത്ത് ഉടക്കി അവരത് വലിച്ചപ്പോൾ ആ മാംസം ഇറുന്നു വീണ് ശരീരം ഉഴവുചാല് പോലെ കീറപ്പെട്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ ആട് വായി തുറക്കാതിരിക്കുന്നത് പോലെ അവൻ മിണ്ടാതെയിരുന്നു. അവന്റെ താഴ്ചയിൽ ആരും അവനെ ഓർത്തില്ല. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവർ തകർക്കപ്പെട്ടു. നമ്മുടെ സൗഖ്യത്തിനായി അവൻ അടിപ്പിണരുകൾ ഏറ്റെടുത്തു. എല്ലാവരുമാലും അവൻ ത്യജിക്കപ്പെട്ടു, എല്ലാവരാലും അവൻ തിരസ്കരിക്കപ്പെട്ടു. ഞാൻ ചേർക്കപ്പെടുവാൻ അവൻ തിരസ്കരിക്കപ്പെട്ടു. എന്നെ യോഗ്യനാക്കി മാറ്റുവാൻ അവൻ വികൃതമായി. യേശുവേ, ആ കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, യേശുവേ, യേശുവേ, കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് തിരുമേശയുടെ മുമ്പിൽ, യേശുവേ, എന്നെ ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാൻ, അങ്ങയുടെ ശരീരത്തോടും അങ്ങയുടെ രക്തത്തോടും അംശിയാക്കാൻ, കൂട്ടാളിയാക്കാൻ അവിടുന്ന് എന്നോട് കാണിച്ച കരുണയ്ക്ക് നന്ദി, കരുണയ്ക്ക് നന്ദി. അവിടുന്ന് എന്നോട് കാണിച്ച ദയയ്ക്ക് നന്ദി. എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ദേശത്തിലുള്ളവർ, എൻ്റെ കൂട്ടുകാരിൽ എത്രയോ ആളുകൾ
ഈ സത്യം അറിയാതെ കിടക്കുമ്പോൾ ഈ സത്യത്തെ എനിക്ക് വെളിപ്പെടുത്തിയതിന് നന്ദി. ഈ അപ്പത്തിലേക്കും പാനപാത്രത്തിലേക്കും കരങ്ങൾ നീട്ടാൻ ഒരു യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യനാക്കിയതിന് നന്ദി. അർഹതകളില്ലാത്ത സ്ഥാനത്ത് അർഹയാക്കിയതിന് നന്ദി. യോഗ്യതയില്ലാത്ത സ്ഥാനത്തിന് യോഗ്യത നൽകിയതിന് നന്ദി. കരുണയുള്ള കർത്താവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമെന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ യേശു സ്നേഹിക്കുന്നു. മൊത്തം ആളുകൾ, ആണ്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന, അവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ പുറകിലും അതിന് ഈ റോഡിലൂടെ ഒക്കെ നടന്നു പോകുന്നവരെ എല്ലാം കർത്താവ് സ്നേഹിക്കുന്നു. ഇല്ലേ? സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ യേശു അപ്പവും മീനും വാഴ്ത്തി വർദ്ധിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു. എക്സ്ട്രാ വന്നത് കൊട്ടയിലാക്കി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ആ കല്യാണത്തിന് വന്ന എല്ലാവർക്കും ആ സാധനം കിട്ടി, അവർ കുടിച്ചു. പക്ഷെ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ യേശു തെരഞ്ഞെടുത്തത് ഒരു പബ്ലിക് പ്ലേസ് അല്ല, ഒരു സീക്രട്ട് പ്ലേസ് ആണ്. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവീൻ, നിങ്ങൾക്കൊരു മനുഷ്യൻ എതിർവിടും, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുടം വെള്ളം കാണും. അദ്ദേഹത്തോട് ചോദിക്കണം, കർത്താവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെയാണ്? അപ്പോൾ ആ മനുഷ്യൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ആ വൻ മാളികയിലാണ് ഈ 12 ശിഷ്യന്മാരുമായിട്ട് ആ സീക്രട്ട് പ്ലേസിലാണ്, ഈ സീക്രട്ട് പ്ലേസിൽ നിന്നൊരു രഹസ്യം വെളിപ്പെടുത്തുന്നിടത്ത് ആ രഹസ്യത്തിനകത്ത് വലിയൊരു മർമ്മം കാണും. പരസ്യമായിട്ട് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഒരാളോട് വളരെ രഹസ്യമായി പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും. സീക്രട്ടായിട്ട് കർത്താവ് കൊണ്ടുപോയി ഈ ശുശ്രൂഷ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അപ്പം കൊടുത്തോ? എല്ലാവർക്കും മുന്തിരിച്ചാറ് കൊടുത്തോ? വഴി പോയ എല്ലാവർക്കും കൊടുത്തോ? അധികം വന്നതെല്ലാം റോഡേ പോകുന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. അതിനകത്ത് ഒരുത്തനിൽ സാത്താൻ ഉണ്ടായിരുന്നു. ആരല്ല? ഈ 12 എണ്ണത്തിൽ യൂദ. അവൻ എഴുന്നേറ്റ് പോയോ? അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി, അവനോട് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോ ഈ തിരുമേശ ഇന്നിവിടെ ശുശ്രൂഷിക്കുമ്പം നിങ്ങളെ എല്ലാവർക്കും കർത്താവിന് സ്നേഹമാണെങ്കിലും ഇതെടുക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഇതെടുക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ, അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒറ്റ മാനദണ്ഡം, മനസാന്തരപ്പെടുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന വിശ്വാസ സ്നാനം കൈക്കൊള്ളുക. മുതിർന്ന സ്നാനം എന്ന് പറയുന്നതിനപ്പുറമായി വിശ്വസിച്ച് സ്നാനമേൽക്കുക. സ്നാനപ്പെട്ടവരെന്ന് കൈ ഉയർത്തിയേ. ഓക്കെ, ഇതിനകത്ത് ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം, വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കണം. ഇതിനകത്ത് കുറവുകളില്ലാത്ത ആരും ഇരിപ്പില്ല. പക്ഷെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും കൈ വെക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഏറ്റു പറയണം. കാരണം അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ചിലർ രോഗികളാകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു എന്ന് പൗലോസ് പറയുന്നു. ഇനി എൻ്റെ മറുഭാഗം ഞാൻ പറയാം. ഈ കർത്താവിന്റെ മേശ അയോഗ്യമായി എടുക്കുന്നവൻ രോഗിയാകുമ്പോൾ, മരണത്തിലേക്ക് വരെ അവൻ തള്ള നീക്കപ്പെടുമ്പോൾ, ഇത് പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, യോഗ്യതയോടെ ദൈവം വെച്ചിരിക്കുന്ന, നമുക്ക് സ്വയമായിട്ട് യോഗ്യരാകാൻ പറ്റുകയില്ല, നമ്മളെ യോഗ്യനാക്കിയത് ദൈവമാണ്. ആ വ്യവസ്ഥയോടുകൂടി തിരുമേശ എടുക്കുന്നവർ സൗഖ്യം പ്രാപിക്കും. ഉറപ്പാണ്. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ തൊടുന്ന ഒരു ശുശ്രൂഷ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഭാഗത്ത് ഭക്ഷണമാണ്. ആണോ? യേശു പറഞ്ഞു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. ഒരു ഭാഗത്ത് ഇത് ഫുഡാണ്, ഇത് രണ്ടും ഭക്ഷണമാണ്. ഇത് ഡൈജസ്റ്റ് ആവും വയറ്റിലോട്ട് പോകുമ്പോൾ. ആവോ? ഉറപ്പായിട്ടും ആയിരിക്കും. എന്നാൽ മറുഭാഗത്ത്, ഇൻ അതർ സൈഡ്, ഇത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിനും നിഴലാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ
നിങ്ങളൊരു ബിരിയാണി കഴിച്ചാൽ, നിങ്ങളൊരു ഊണ് കഴിച്ചാൽ, നിങ്ങളൊരു ചപ്പാത്തി കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തെങ്കിലും കിട്ടുമോ? കിട്ടത്തില്ല. എന്നാൽ നിങ്ങളൊരു പാട്ട് പാടിയാൽ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കിട്ടുമോ? കിട്ടുമായിരിക്കാം. പക്ഷേ കൂടുതലും കിട്ടുന്ന ആർക്കാ? നിങ്ങളുടെ ആത്മാവിനാണ്. എന്നാൽ ഇത് ഒരു ഭാഗത്ത് ഭക്ഷണവും മറുഭാഗത്ത് ഇതൊരു ആത്മീയ ഭോജനവും ഒരു സ്പിരിച്വൽ മിസ്റ്ററിയും ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത, ഇത് ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ തൊടും. മനസ്സിലായോ? പിടികിട്ടിയോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ തൊടും. അതാ പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ ചിലർ രോഗികൾ, വ്യവസ്ഥയില്ലാതെ ഇതെടുത്ത് നിങ്ങളിൽ ചിലർ രോഗിയാകുന്നത് ആത്മാവിലാണോ ശരീരത്തിലാണോ? രോഗിയാകുന്ന എവിടാ? ശരീരത്തിലാ, അല്ലേ? അപ്പോൾ ഇത് എടുക്കുന്നവൻ, അയോഗ്യമായി എടുക്കുന്നവൻ രോഗിയാകുന്നത് ശരീരത്തിലാ. ആർ യു വിത്ത് മീ? അപ്പോൾ ഇത് വ്യവസ്ഥയോട് എടുക്കുന്നവൻ സൗഖ്യമാകാൻ പോകുന്ന ശരീരത്തിലാ. മറുഭാഗത്ത് ഇത് ജീവന്റെ അപ്പമായതിനാൽ, ഇത് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും നിഴലായതിനാൽ ഇതെന്റെ ആത്മാവിനും സംരക്ഷണവും എൻ്റെ ആത്മാവിനും ബലവും ഇത് നൽകും. അപ്പൊ എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും ഒരുപോലെ സ്പർശിക്കുന്ന ഇതുപോലൊരു ശുശ്രൂഷ വേറെയില്ല. ഇതുപോലൊരു ശുശ്രൂഷ വേറെയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കപ്പിനെ നോക്കിയിട്ട് പറഞ്ഞത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. പറഞ്ഞ, ഇതെന്റെ ബ്ലെസ്സിങ് ആണ്, ഇതെന്റെ അനുഗ്രഹമാണ്.